വയനാട് ദുരന്തത്തിൽ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. കാസർഗോഡ് സ്വദേശി അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത്. നിരവധി സംഘടനകൾ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് യാതൊരു മേൽനോട്ട സംവിധാനവും ഇല്ലാതെയാണെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഫണ്ട് ശേഖരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി എത്തിയിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയിരിക്കുന്നത്. സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിൽ ഫണ്ട് ശേഖരണം നടത്തിയിരിക്കുന്നത്. നിരവധി സംഘടനകൾ അവരുടെ സ്വന്തം അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ വിനിയോഗിക്കുന്നതിനോ നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിൽ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ CMDRF വഴി ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ടെന്നും ഹർജിക്കാരൻ വാദമുന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതാണ് ആവശ്യം. മേൽനോട്ട സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ വലിയ രീതിയിലുള്ള ഫണ്ട് ശേഖരണമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നുമുള്ള ആവശ്യം ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുതാൽപര്യ ഹർജി ആയതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. സർക്കാരും ഒപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഹർജിയിലെ എതിർകക്ഷികൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായി ഫണ്ട് ശേഖരണം നടക്കുന്നു. ദുരിതാശ്വാസം എന്ന നിലയ്ക്ക് അത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. വിവരങ്ങളാണ് രേഷ്മ നൽകിയത്.